ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 11. വജ്ര നിർമ്മിത പേപ്പർ വെയ്റ്റ്. അവനിൽ നിങ്ങൾ സകലത്തിലും സമ്പന്നരായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം 6 വാക്യം. ലോകത്തിലെ 5ാമത്തെ വലിയ വജ്രമായി ജേക്കബ് ഡയമണ്ട് കണക്കാക്കപ്പെടുന്നു. ഹൈദരാബാദിലെ അവസാന നിസാം തൻ്റെ പരേതനായ പിതാവിൻ്റെ ചെരുപ്പിൽ കണ്ടെത്തുന്നതുവരെ നിറമില്ലാത്ത ഈ വജ്രം വർഷങ്ങളോളം ഓർമ്മകളിൽ മറഞ്ഞുകിടന്നതായി പറയപ്പെടുന്നു. വിചിത്രമെന്ന് പറയട്ടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 108 കോടി രൂപയ്ക്ക് ആ അപൂർവ നിധി സ്വന്തമാക്കുന്നതുവരെ നിസാം വർഷങ്ങളോളം അതൊരു പേപ്പർ വെയ്റ്റായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു. നിസാമിൻ്റെ പിതാവ് തൻ്റെ ചെരുപ്പുകളിൽ ഉപേക്ഷിച്ച വജ്രത്തിലൂടെ നിസാമിൻ്റെ ജീവിതം കൂടുതൽ സമ്പന്നമായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് യേശുവിലേക്ക്, നമ്മുടെ പിതാവായ ദൈവം അവർക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട നിധിയിലേക്ക് കൊരിന്ത്യ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. യേശുവിൻ്റെ ആത്മാവിലൂടെ അവനോട് അവർക്കുണ്ടായിരുന്ന കൂട്ടായ്മ നിമിത്തം കൊരിന്ത്യർ സമ്പന്നരായി തീർന്നു എന്ന് പൗലോസ് എഴുതുന്നു. ക്രിസ്തുവെന്ന ഈ അമൂല്യ ദാനത്തെ വിലമതിക്കാൻ അവൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. അവനുള്ളപ്പോൾ അവർക്ക് യാതൊന്നും കുറവുണ്ടായിരിക്കുകയില്ല എന്നും അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ ദൈവം അവർക്ക് നൽകിയ നിരവധിയായ ആത്മീക വരങ്ങളെ കണക്കിലെടുക്കാനും പൗലോസ് സഭയെ പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുവെന്ന ഈ നിധി കാത്തു സൂക്ഷിക്കുമ്പോൾ അവൻ മടങ്ങി വരുന്ന നാൾ വരെ അനിന്ദ്യരായി തുടരാൻ അത് സഭയെ സഹായിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചു. ജീവിതത്തോട് നമുക്ക് അതൃപ്തി തോന്നുമ്പോൾ, പ്രത്യേകിച്ചും നമുക്ക് കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് പിറുപിറുക്കുമ്പോൾ, യേശു നമുക്കുള്ളതിനാൽ നാം ആന്തരികമായി സമ്പന്നരാണെന്ന് ഓർക്കുക. നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, ഗാർഹിക ക്ലേശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം പ്രക്ഷുബ്ധതയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാവിനാൽ നാമും എല്ലാവിധത്തിലും യഥാർത്ഥത്തിൽ സമ്പന്നരായിരിക്കുന്നു എന്ന് ഓർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിത്യസാന്നിധ്യത്താൽ അവൻ ക്രിസ്തുവെന്ന നിധി നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ചിന്തിക്കുക, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ദൈവം നിങ്ങളെ സമ്പന്നരാക്കി തീർക്കാൻ ഉപയോഗിച്ച ചില മാർഗങ്ങൾ ഏതൊക്കെയാണ്? ദൈവത്തിന് മഹത്വം.